ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോവാണ്. ചാനലിന്റെ പേര് മമ്മി ആൻഡ് മീ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിലയൻസിലോട്ടാണ്. റിലയൻസിൽ ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന ജൂലൈ 31 എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് മേടിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ഹായ് ഗൈസ്, ഇത് നമ്മുടെ കൊല്ലം റിലയൻസ് സ്മാർട്ട് ബസാറാണ്. കൊല്ലംകാരയ്ക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധയുടെ ചോക്ലേറ്റ് പർച്ചേസിനായിട്ട് കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ ആ ടോയ്സൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ് മാത്രമാണ് നമ്മുടെ ഫോക്കസ് എന്ന്. എന്നാലും ശ്രദ്ധയ്ക്കൊരു വിഷമം. ടോയിയെ കണ്ടപ്പോഴത്തേക്കും എന്നെ നോക്കുന്നുണ്ട്. അമ്മ ഒരെണ്ണം എടുത്താലോ? ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പിന്നീട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് നിന്ന് നമ്മളത് മാത്രം വാങ്ങും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ്, എക്സ്ട്രാ പർച്ചേസ് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ചോക്ലേറ്റ് സെക്ഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ശ്രദ്ധയ്ക്ക്. ഇങ്ങനെ എല്ലാ സ്വീറ്റ്സും ശ്രദ്ധയെ മാടി മാടി വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് ശ്രദ്ധ നമ്മുടെ 5 സ്റ്റാറിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. 5 സ്റ്റാർ മതി എന്നുള്ള. ഓക്കെ, അങ്ങനെ നമ്മൾ 5 സ്റ്റാറൊക്കെ എടുത്തു. എത്ര കവർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ശ്രദ്ധയ്ക്ക്. ക്ലാസ്സിൽ 29 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ശ്രദ്ധ പറഞ്ഞത്. അപ്പോൾ 2 കവർ എടുത്തു കഴിഞ്ഞാൽ തികയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധ പറഞ്ഞ് ടീച്ചേഴ്സിനൊക്കെ കൊടുക്കണം. 3 കവറിലേക്ക് നിർത്തി. പിന്നെ ചുപ്പാ ചിപ്സ് ശ്രദ്ധയുടെ ഒരു മസ്റ്റ് ഐറ്റമാണ്. റിലയൻസിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയ്ക്ക് ചുപ്പാ ചിപ്സ് മസ്റ്റാണ്. പിന്നെ ശ്രദ്ധ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി സ്കൂളിൽ കൊണ്ടുപോകാൻ. വേറെ പർച്ചേസ് ഒന്നും വേണ്ട, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ബിസ്ക്കറ്റും ഒരു ക്രോസിയൻ്റെ ബണ്ണ് 2 എണ്ണം, അതാണ് എക്സ്ട്രാ ആയിട്ട് എടുത്തത്. വേറെ ഒന്നും വാങ്ങിയില്ല. ശ്രദ്ധയ്ക്ക് എന്നാൽ അവിടെ നിന്ന് വരാനൊരു മടി. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പർച്ചേസും കഴിഞ്ഞാണ് പോവാറ്. ഇത്തവണ ശ്രദ്ധയുടെ ബർത്ത്ഡേ ആയിരുന്നു ടാർഗറ്റ്. എന്നാലും പറഞ്ഞ് ശ്രദ്ധ ഒരു റൂം ഫ്രഷ്നർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ റൂം ഫ്രഷ്നറും മേടിച്ചു. ബില്ലിങ്ങിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞു, ഇറങ്ങി ഒരു കുഞ്ഞു പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നൈറ്റ് കൊല്ലം കാണാൻ പൊളിയല്ലേ. എനിക്ക് പകലിനേക്കാളും കൊല്ലം നൈറ്റ് കാണാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നൈറ്റിൽ അത്രയും ലൈറ്റിൽ കൊല്ലം എന്ത് സുന്ദരമാണ്. അങ്ങനെ നമ്മൾ ആ കുഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലെ ഒരു ടേണിംഗ് ഉണ്ട് കേട്ടോ. ഒരു ആൽമരം വെക്കുന്ന നമ്മുടെ റോഡുണ്ട്, ഭരണിക്കാവെന്ന് പറയും. അവിടെ എത്തുമ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്കവിടെ റെയിൽവേ ഗേറ്റ് അടവായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അവിടെ കിടക്കേണ്ടി വരും. എപ്പോഴും റെയിൽവേ ഗേറ്റ് നമ്മളെ ചതിക്കാറാണ് പതിവ്. ഇന്ന് റെയിൽവേ ഗേറ്റ് നമ്മളെ ചതിച്ചു ഗൈസ്. വീടെത്തിയിട്ട് ശ്രദ്ധയുടെ ഐറ്റംസ് പരിചയപ്പെടുത്താം. അപ്പോൾ ഗൈസ്, നമ്മൾ കടയിൽ നിന്ന് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് രണ്ടും എനിക്ക്, ഈ 5 സ്റ്റാർ രണ്ടും എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ്. പിന്നെ ഇത് ബസ്സിൽ കൊടുക്കാനും ഇത് ട്യൂഷൻ വീട്ടിലും കൊടുക്കാനാട്ടോ. പിന്നെ ഇത് ഇത്ര എനിക്ക് സ്കൂളിൽ സ്നാക്സിനായിട്ട് കൊണ്ടുപോകാനാണ്. പിന്നെ ഇത് ടീച്ചറിന്, ക്ലാസ് ടീച്ചറിന് പ്രത്യേകമായിട്ട് ഒരു ഡയറി മിൽക്കിൻ്റെ ആട്ടോ, ഡയറി മിൽക്ക് സിൽക്കിൻ്റെ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ കളിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്.